ഹായ് നമസ്കാരം, ഞാൻ മുബാറക് സിജെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെങ്ങനെ ഷിപ്പ് റോക്കറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷിപ്പ് റോക്കറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഷിപ്പ് റോക്കറ്റുമായിട്ട് ഷോപ്പിഫൈ സ്റ്റോർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഷിപ്പ് റോക്കറ്റിൽ നിങ്ങൾ ഇതുവരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല എന്നറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഷിപ്പ് റോക്കറ്റിനെ ഷോപ്പിഫൈയുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഷിപ്പ് റോക്കറ്റ് ഷോപ്പിഫൈയുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഷോപ്പിഫൈയിൽ പോയിട്ട് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ചെയ്യാം. മറ്റൊന്ന് ഷിപ്പ് റോക്കറ്റിൻ്റെ ഡാഷ്ബോർഡിൽ പോയിട്ട് അവിടെ നമുക്ക് ഏതാണോ കൊമേഴ്സ് ആണോ ആമസോൺ ആണോ അല്ലെങ്കിൽ ഷോപ്പിഫൈ ആണോ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പോയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഷിപ്പ് റോക്കറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ചെയ്യുന്ന മെത്തേഡിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഷിപ്പ് റോക്കറ്റ് ലോഗിൻ ചെയ്യുക. അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല തന്നെ ഇങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ജസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം ഷിപ്പ് റോക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡാഷ്ബോർഡ് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റപ്പ് മാനേജ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും സൈഡിലായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും കൊമേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഷോപ്പിഫൈ ഉണ്ട്. അതിൽ കണക്ട് കൊടുക്കുക, ഷോപ്പിഫൈയിൽ കണക്ട് കൊടുക്കുക. അപ്പോൾ ഷോപ്പിഫൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളോട് ഷോപ്പിഫൈ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. ഷോപ്പിഫൈ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നേരെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളോട് ചോദിക്കുക ഷോപ്പിഫൈയിൽ ഷിപ്പ് റോക്കറ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രെഡൻഷ്യൽ കൊടുത്തിട്ട് അവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു മെസ്സേജ് വരും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൽ എങ്ങനെ നമുക്ക് ഓർഡർ സിങ്ക് ചെയ്തെന്ന് നോക്കാം. ഇനി പിന്നെ ഓർഡേഴ്സിൽ വരാം, എൻ്റെ ഓർഡേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓർഡറൊന്നും കാണില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, സിങ്ക് വെബ്സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ നമ്മൾ ഓർഡേഴ്സിൽ വരിക, ഓർഡർ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഷോപ്പിഫൈയിൽ ഒരു ഓർഡർ വന്നത് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഷിപ്പ് റോക്കറ്റുമായിട്ട് ഷോപ്പിഫൈ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.